പിള്ളേരായ കുറച്ചൊക്കെ ഒരു ഇത് വേണം. വരട്ടെ, ശരിക്കും കൊടുക്കാൻ ഞാൻ. എടീ എന്താണ് നീ ഇവിടെ പിച്ചും പേയും പറയുന്നത്? നിങ്ങൾ വരട്ടെ, ഞാൻ അടിച്ച് തോട പൊളിക്കും ഞാൻ. നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന? വടിയെടുത്ത് അടിച്ച് തോട പൊളിക്കുമെന്നൊക്കെ പറയണേ. നിങ്ങളല്ല, നിങ്ങളൊരു പുന്നാര മോനില്ലേ? നമ്മുടെ മോൻ അമ്പാടി. ആ അമ്പാടി. അവൻ എന്ത് ചെയ്ത്? അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കി? എൻ്റെ ക്രാവിനെ എന്തിനു പുറത്താക്കിയത്? പുറത്താക്കിയില്ല, പക്ഷെ പുറത്താക്കും. പുറത്താക്കും. പിന്നെ ചുമ്മാ പിടിച്ച് പുറത്താക്കല്ലേ സ്കൂളിൽ നിന്ന്? ഫീസ് കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് എന്നെ കാശ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അവിടെ. എൻ്റെ നന്ദേട്ടാ, അവ സ്കൂളിൽ എന്താ കാണിച്ചറിയാമോ? എന്ത് കാണിച്ച്? നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ പുറത്ത് സാറുമാര് വരൂലേ ഇൻസ്പെക്ഷന് വേണ്ടിട്ട്? സ്കൂൾ ഇൻസ്പെക്ഷന് DO ഒക്കെ ആയിരിക്കും. അത് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ഷൻ DO വരാറില്ലേ? എന്റെ നന്ദേട്ടൻ, നമ്മൾ പഠിക്കുന്ന സമയത്ത് DO ഒക്കെ വരണം എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറയ്ക്കും നമ്മള്. പിന്നെ അന്നും ഭയങ്കര പേടിയുള്ള ദിവസമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. ഈ ചെറുക്കുണ്ടല്ലോ, DO പറഞ്ഞ സമയത്ത് ആ DOയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കണ മോശമാണ്, ഒരു ടീച്ചർമാരും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്പാടി പറഞ്ഞു? ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ പരാതി. ടീച്ചർമാർ കൊള്ളൂല? പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ടീച്ചർമാർക്കെതിരെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുവാണെന്ന് ടീച്ചർമാരോട് DO. എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചാ? ആന്ന് ടീച്ചർമാർ എന്നെ വിളിച്ചു. അതാ അമ്മാവന്റെ മോളൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്. ആമ്പാടി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചിട്ട് തന്നെ വന്നത്. ചേട്ടാ, അമ്മാവന്റെ മോളല്ലേ അവന്റെ ക്ലാസ് ടീച്ചർ, ആ ചേച്ചി വിളിച്ചിട്ട് ഒരേ കരച്ചില്. അമ്പാടി ഇതിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയുണ്ട് മാമ വിശേഷം? നല്ല വിശേഷം. അമ്മാവന്റെ ചിരിക്ക് പഴയ ഒരു ഇതില്ല, വോൾട്ടേജ് ഇല്ല, പഞ്ചില്ല. പഞ്ച് കാണത്തില്ലടാ, പഞ്ച് കാണത്തില്ല. ഡേയ്, നിന്റെ മോൻ അമ്പാടി സ്കൂളിൽ കാട്ടി കൂട്ടിയ പോക്കർത്തനങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു? ഇപ്പൊ ഞാൻ വന്നപ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? ഡേയ്, നിന്റെ മോനെ കാരണം ജീവിക്കാൻ വയ്യാതായി കേട്ടാ. ഡേയ്, അവൻ എൻ്റെ മോളുടെ പണി കണയച്ച് അടങ്ങുള്ളൂ അല്ലടാ. അല്ല, ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അമ്മാവൻ, എനിക്കറിയാം അമ്മാവ വന്നാലും കണ്ടിരി. വേണ്ട വേണ്ട, ഞാനിരുന്നില്ല, ഞാൻ അവിടെ എങ്ങനെ നിന്നോളാം. ഇല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ജ്യൂസൊക്കെ ഉണ്ട്, കളറുള്ളടാ. എന്നാ ഒരു ഗ്ലാസ് കുടിക്കാം അല്ലേ മോളെ? മാമ, എന്റെ കളർ കണ്ടിട്ട് കാര്യമില്ല, അത് ജ്യൂസാണ്. എനിക്കിത് എന്ത് കുടിച്ചാലും എനിക്ക് അതാണൊക്കെ തോന്നുന്നു. അല്ല, ഞാൻ പറയണതേ, ഇപ്പൊ മാമനും നീയൊന്നും ഇത്ര വലിയ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ സ്കൂളിൽ ഇൻസ്പെക്ഷന് വരുന്ന DOമാര് ഈ അറ്റൻഡൻസ് എടുക്കുന്നതും കുട്ടികളുടെ എണ്ണം നോക്കണതും കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ പതിവല്ലേ? അത് ശരിയാ. എന്ന് വെച്ചിട്ട് DO വരുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാര് ശരിയല്ല എന്ന് പറയുന്നത് അത് പതിവാണോ? അല്ല, അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. തോന്നിയാസം നിന്റെ അല്ലേ മോൻ, ആ ഗുണമല്ലേ കാണിക്കുള്ളൂ. ഇടാ, ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്കേക്ക് അടിച്ച് വളർത്തണം. അവനിങ്ങ് വരട്ടെ, ഞാൻ നല്ല കീച്ചു കൊടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചേ. അപ്പൊ പറയാ, അവൻ പറഞ്ഞു ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ട് ഒന്ന് പഠിപ്പിക്കും, പിന്നെ അടുത്ത ടീച്ചർ വന്നിട്ട് പറയാം അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർമാർ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല ആ ചാകം പറയാൻ. എനിക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ആ സ്കൂളിലെ ടീച്ചർമാർ പോലും ഇതൊരിക്കൊന്നും മനസ്സിലായിട്ടില്ല. സ്വന്തം മോളുടെ പണി പോകുന്നതായിട്ടും എന്റെ ചിരി കൊടുക്കാം, അവന്റെ ചിരിക്കൊരു കുറവില്ല. അതല്ല, നാളെ നമ്മൾ രണ്ടിടത്തും കൂടെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കുവാ. നമ്മളെന്തിനാ സ്കൂളിലാണ്? അവന് TC ഒന്ന് വിടാനായിരിക്കും. TCയാ? എനിക്ക് അതല്ല, അവിടെയാണ് മറ്റേ ഐശ്വര്യയുടെ ആര്യയൊക്കെ കൊച്ചുങ്ങൾ പഠിക്കണേ. അവര് അതറിഞ്ഞ എന്തായാലും നാട്ടിൽ വന്ന് പാട്ടാക്കും. പിന്നെ അവരെ മുമ്പിൽ എങ്ങനെ തലയെടുത്ത് നടക്കും നമ്മള്? അയ്യോ, ആരിത് ഈ പറയണത്? ഇവളെ സ്വഭാവം നിനക്കറിയാമോ? എടാ, കുഞ്ഞുനാളിൽ ഇവള് സ്കൂളിൽ പോരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെ? എടാ, രാവിലെ ഒരുക്കിയെടുത്ത് ചോറ്റുപാത്രത്തിൽ ചോറും കെട്ടി ഇവളെ പറഞ്ഞു വിടും. പക്ഷെ ഇവള് സ്കൂളിലെത്തത്തില്ല. അങ്ങനെ ടീച്ചർമാർ വിളിക്കും. അങ്ങനെ ഞാൻ അന്വേഷിച്ചിറങ്ങും. ഞാൻ അന്വേഷിച്ച് ചെല്ലപ്പോ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും തോട്ടിന്റെ കലിങ്ങിന്റെ അടിയിലിരുന്ന് ഈ ചോറ്റുപാത്രം തുറന്നു വെച്ച് കമ്പെട്ടി അടിക്കൊക്കെ